ഹലോ, കഴിഞ്ഞ 2 ദിവസത്തെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ ശാന്തമായി കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുട്ടികളോടും സ്റ്റുഡൻസിനോടും പാരൻസിനോടും പറയാനുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കരിയേഴ്സിനെ കുറിച്ചുള്ള, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചുള്ള, നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് മാറ്റിമറിക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണുക. ദിസ് വിൽ ബി വെരി 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 വാല്യുബിൾ ഫോർ യു. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആളുകൾ എന്നോട് കമൻസിലൊക്കെ ചോദിച്ചിരുന്നു ഇതൊക്കെ പറയാൻ താൻ ആരുവാ എന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഞാനൊരു IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. 2010 മുതൽ 15 വരെ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും അതേപോലെ MTech ഇൻ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് VLSI ഡിസൈനും പഠിച്ചു. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇന്റൽ എന്നുള്ള കമ്പനിയിലാണ്. ഇന്റലിൽ ഒരു ചിപ്പ് ഡിസൈൻ എഞ്ചിനീയർ ആണ് ഞാൻ. നിങ്ങളുടെ കയ്യിലുള്ള i3, i5, i7 ചിപ്പുകളൊക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതോടൊപ്പം ഞാൻ XNY ലേണിംഗ് എന്നുള്ളൊരു കമ്പനി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാറുണ്ടോ ചോദിക്കാറുണ്ട്. ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഞാൻ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സാംസിനെ കുറിച്ച് പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ സാധാരണ പറയാറില്ല. എന്നാലും മേ ബി ഞാനിനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. ഞാൻ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 11ാം റാങ്കുകാരനായിരുന്നു. അതിൽ എനിക്ക് മലപ്പുറം ജില്ലയിൽ 1ാം റാങ്കുകാരനായിരുന്നു. AIEEE അഥവാ ഇന്നത്തെ JEE മെയിൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 650 വാങ്ങിയ ആളാണ്. കേരള റാങ്ക് 8 ആയിരുന്നു. IIT JEE അഥവാ ഇന്നത്തെ JEE അഡ്വാൻസിൽ 2201 റാങ്കും ICAR എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 3 വാങ്ങിയ ആളാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പരീക്ഷകളൊക്കെ എഴുതി ക്വാളിഫൈ ചെയ്ത് IITയും ബിറ്റ്സും അതേപോലെ IISTയിലും അഡ്മിഷൻ കിട്ടിയ, NIT കാലിക്കറ്റിലും അഡ്മിഷൻ കിട്ടിയ ആളാണ് ഞാൻ. ഓക്കെ, ഇത് ഞാനിവിടെ പറഞ്ഞു വെക്കാനുള്ള കാരണം ഈ പരീക്ഷകളെല്ലാം ഇൻ ആൻഡ് ഔട്ട് അറിയുന്നത് കൊണ്ടും ഈ കരിയേഴ്സിനെ കുറിച്ച് നന്നായി അറിയുന്നത് കൊണ്ടും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതാണ് വിഷയം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മാർക്കിന് എന്ത് വിലയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, മാർക്കിന് എന്ത് വിലയാണുള്ളത്? ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിംബാബ്വേയിലെ ഒരു എത്രയോ 1 ലക്ഷമോ 2 ലക്ഷമോ സിംബാബ്വൻ റുപ്പീസ് കൊടുത്താൽ അത് $1 തുല്യമാണെന്ന് പറയുന്നത്. കാരണം സിംബാബ്വേയിൽ ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ ആ പൈസ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? കാരണം ആ പൈസക്ക് എന്തില്ല, അവിടുത്തെ കറൻസിക്ക് മൂല്യമില്ല. അതേപോലെ തന്നെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ് എല്ലാവർക്കും ലിബറൽ വാല്യുവേഷനിലൂടെയും മോഡറേഷനിലൂടെയും മാർക്ക് വാരിക്കോരി കൊടുത്ത് എത്രയാണോ മാർക്ക്, ആ മാർക്കിന് വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് നമ്മുടെ അടുത്തുള്ള ഒരു ഫറൂഖ് കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു കോളേജിൽ ഇന്ന് 98 99% മാർക്ക് വാങ്ങിയാലും നിങ്ങൾക്ക് ആക്ച്വലി അതുകൊണ്ട് കാര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം കോമ്പറ്റീഷനാണ്, മാർക്ക് എല്ലാവർക്കും കൂടിയത് കൊണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ പരീക്ഷ ടഫായാൽ മേ ബി എല്ലാവർക്കും ടഫാകും. പരീക്ഷ ഞാൻ ആ ഒരു വിഷയത്തിലോട്ട് കടക്കുന്നില്ല. ഐ എം ബിയോണ്ട് ദാറ്റ്. വെറുതെ നമ്മൾ വീണ്ടും ആ വിഷയത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇൻ ജനറൽ പരീക്ഷ ടഫായ എല്ലാവർക്കും ടഫാണ്, ഈസിയായ എല്ലാവർക്കും ഈസിയാണ്. അത് നിങ്ങളുടെ അഡ്മിഷൻസിനെ വല്ലാതെ ബാധിക്കാൻ പോകുന്ന വിഷയമല്ല. പക്ഷേ നിങ്ങളുടെ അഡ്മിഷൻ ആക്ച്വലി ബാധിക്കാൻ പോകുന്ന വിഷയം, ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക മികച്ച കോളേജുകളിലും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതണം. ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടത്. നീറ്റ് ആസ്പിറൻസ് ഇന്ത്യയിൽ 21 ലക്ഷമാണ്. ഈ 21 ലക്ഷത്തിൽ എത്ര ആൾക്ക് ഡോക്ടറാവാൻ സാധിക്കും? മേ ബി ഒരു 50,000 അല്ലേ? JEE സെഷൻ 1 ഈ വർഷം എഴുതിയ കുട്ടികളുടെ എണ്ണം എന്നുള്ളത് 12 ലക്ഷമാണ്. അതേപോലെ CUT എഴുതാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം 20 ലക്ഷത്തിന്റെ മേലെയാണ്. ഇത്രയും കുട്ടികളാണ് മേ ബി ഒരു 50,000 1 ലക്ഷമോ സീറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. അവിടെ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ വേണം. ഇന്ത്യയിലെ നല്ല കോളേജുകളിൽ എത്തിപ്പെടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. എയിംസിലെ ഫീസ് എന്നുള്ളത് 1500 രൂപയാണ് ഒരു വർഷം. എൻ്റെ സിസ്റ്റർ ജിപ്മർ പഠിച്ചാണ്, അവൾക്ക് അവിടെ വന്ന ഫീസ്, MBBS വന്ന ഫീസ് 1500 രൂപയാണ്. നിങ്ങൾക്കൊരു 7500 രൂപക്ക് ഡോക്ടർ ആവാൻ സാധിക്കും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. IITകളിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മിതമായ ഫീസിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്താവട്ടെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്വപ്നം കാണണം. പക്ഷെ അവിടെ നിങ്ങൾക്ക് ബാരിയറായി വരിക നിങ്ങൾ എഴുതിയ എക്സാം രീതിയിൽ നിന്ന് തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാം രീതികളാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്തരം സ്ഥലങ്ങളിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ് ഉണ്ടാവുക. നമ്മൾ ഇതുവരെ എഴുതി ശീലിച്ചത് ക്വാളിഫയിങ് എക്സാംസ് ആണ്. ക്വാളിഫയിങ് എക്സാംസ് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു ബാൻഡ് ഓഫ് മാർക്സ് അല്ലേ. ഇവിടെ 90 കിട്ടിയാലും A+ ആണ്, 91 കിട്ടിയാലും A+ ആണ്, 100 കിട്ടിയാലും A+. 90-100 കിട്ടിയവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രത്യേക
പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. എന്നാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലോ ഏകദേശം 21 ലക്ഷം ആളുകൾ എഴുതുന്ന നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ എത്ര ഒരു മാർക്കിന്റെ ഡിഫറൻസിൽ മേ ബി 3000-4000 റാങ്ക് ഡിഫറൻസ് വരും. നീറ്റ് പരീക്ഷയിൽ 720-ൽ 600 കിട്ടിയ ആള് മഞ്ചേരി മെഡിക്കൽ കോളേജിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ഗവൺമെന്റ് സീറ്റിൽ വെറും 1 ലക്ഷം രൂപ 5 വർഷത്തേക്ക് ചെലവഴിച്ച് പഠിക്കുമ്പോൾ 699 കിട്ടിയ ആള് മേ ബി ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർഷം 8 ലക്ഷം രൂപ 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ടി വരും. അതാണ് നമ്മുടെ സിസ്റ്റം. ഇവിടെ ഒരു മാർക്കിന്റെ വില എന്നുള്ളത് ഏകദേശം 38,75,000 രൂപയാണ്. ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഓരോ മാർക്കിനും വില ഉണ്ട്. ഇത് നമ്മുടെ ഒരു ബോർഡ് എക്സാം അല്ല. അപ്പോൾ ബോർഡ് എക്സാമിൽ സബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും. 5 മാർക്കിൽ ചിലപ്പോൾ സ്റ്റെപ്പൊക്കെ എഴുതിയാൽ 4 മാർക്ക് ടീച്ചർ തരും. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാം MCQ ബേസ്ഡ് ആണ്. അവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു മാർക്ക് എന്ത് ചെയ്യും? കിട്ടിയതിൽ നിന്ന് പോവും. ആ ഒരു മാർക്കായിരിക്കും നമ്മളൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ ചേരണോ അതല്ല ഒരു അടിപൊളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചേരണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതേപോലെ ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. നിങ്ങൾക്ക് 90 കിട്ടിയവനും 91 കിട്ടിയവനും 100 കിട്ടിയവനും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അപ്പുറത്തോ there is a rank list based merit system ആണുള്ളത് അല്ലെ. അവിടെ നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയുടെ ഇടയിലും ഇപ്പോൾ മാത്സ് കഴിഞ്ഞ് ഫിസിക്സിന് വേണ്ടിയിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ അവിടെ നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ 2-3 സബ്ജക്ട്സ് ഒരുമിച്ച് നിങ്ങൾ എഴുതേണ്ടി വരും. എന്നാൽ അൾട്ടിമേറ്റ്ലി ഈ ഒരു ക്വാളിഫയിങ് എക്സാംസ് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾസിൽ അഡ്മിഷൻ നേടാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കോളേജസ് അഡ്മിഷൻ നേടാം. SLC ആണെങ്കിൽ സ്കൂൾസിൽ അഡ്മിഷൻ നേടാം, +2 ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ നോർമൽ കോളേജിൽ അഡ്മിഷൻ നേടാം. എന്നാൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുക തന്നെ വേണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മാത്സ് എക്സാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എടുക്കുകയാണെങ്കിൽ, ഒരു ഫിസിക്സ് എക്സാം എടുക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു 30-35 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. 2 മണിക്കൂർ കൊണ്ട് 35 ക്വസ്റ്റ്യൻ 60 മാർക്കിന് വേണ്ടി നമ്മൾ എഴുതുമ്പോൾ 120 മിനിറ്റ് കൊണ്ട് 30-35 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 4 മിനിറ്റ് നമുക്ക് കിട്ടുമ്പോൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് ഇതിനേക്കാളും 2-3 ഇരട്ടി ടഫുള്ള മാത്സ് പേപ്പർ 2.5 മണിക്കൂർ 150 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റും ഏകദേശം 10 സെക്കൻഡാണ് കിട്ടുക. ഇതിനേക്കാളും 3-4 ഇരട്ടി ടഫ് വരുന്ന JEE മെയിൻസ് എക്സാമിൽ 75 ക്വസ്റ്റ്യൻസ് 3 സബ്ജക്റ്റിലായിട്ട് 3 മണിക്കൂർ കൊണ്ട് കുട്ടികൾ എഴുതണം. സോ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഓൾ ടുഗദർ. നമ്മുടെ കുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ചുരുക്കരുത്. നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും കോളേജിൽ പോകാം എന്നുള്ളതല്ല. നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നന്നായി കോമ്പീറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് നിങ്ങളുടെ പാരൻസിന് കാശ് കുറച്ച് നിങ്ങളുടെ നാടിന് അഭിമാനമായിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുവരുത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഇന്റൻഷൻ അതാണ്. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇന്റൻഷൻ അതാണ്. നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ കുറച്ചുകൂടി ഇത്തരം സ്ഥലങ്ങളിൽ എത്തിപ്പെടണം. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹേർഡിലുണ്ട്. ഈ പറയാൻ പോകുന്ന 2-3 മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ചതിക്കുന്ന വിധം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കേരള എഡ്യൂക്കേഷൻ മോഡൽ എന്നുള്ളത് വളരെ വെൽ നോൺ ആണ്. കേരളം നമ്പർ 1 ആണ് ഹെൽത്തിലും എഡ്യൂക്കേഷനിലും എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ കഴിഞ്ഞ വർഷം 68,000 A+കാരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിന് 2 വർഷം മുമ്പ് 1.28 ലക്ഷം A+കാരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഈ 68,000 A+കാരിൽ ഈ വീഡിയോ കാണുന്ന ഇപ്പോഴത്തെ +1കാരില്ലേ. എന്നാൽ ഈ 68,000 ആളുകളിൽ എങ്ങനെ നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യേണ്ടത്? ഈ 68,000 ആളുകൾക്കും ഈ +1ഉം A+ കിട്ടിയാൽ നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത വർഷം ഈ 68,000 ആളുകളിൽ എത്ര ആൾക്കാർ മേ ബി IIT-കളിൽ എത്തുന്നുണ്ട്? എത്ര ആളുകൾ എയിംസുകളിൽ അഡ്മിഷൻ നേടുന്നുണ്ട്? എത്ര ആളുകൾ ഇന്ത്യയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ നേടേണ്ടതുണ്ട്? ഈ ഒരു മെട്രിക്സ് വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അളക്കാൻ നമുക്ക് സാധിക്കോ? അല്ലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതാണ് ഒരു ചാലഞ്ചായിട്ട് എടുക്കേണ്ടത്. അടുത്ത വർഷം ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അത് എന്തോ ആവട്ടെ, മെഡിസിനോ എഞ്ചിനീയറിംഗോ എന്തോ ആവട്ടെ, അവിടെ ഞാൻ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പിച്ച് പറയാൻ ധൈര്യമുള്ള, എനിക്കതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ ചങ്കുറപ്പുള്ള എത്ര കുട്ടികളുണ്ട്? ഇതൊരു ചാലഞ്ച് അല്ല, ഇത് ആക്ച്വലി നമ്മുടെ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ്. ഓക്കെ, നമ്മൾ നമ്മോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഹേർഡിൽസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കേരള
കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും IIT പ്രവേശനം മലയാളികൾ 1% മാത്രം. 16,614 ആളുകൾ IITകളിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നേടിയതിൽ 181 മലയാളികൾ മാത്രമാണുള്ളത്. ഞാൻ IIT മദ്രാസ് പോയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ അവിടെ അത്രയധികം മലയാളികളൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചു കുറേ മലയാളികളും തമിഴന്മാരൊക്കെ ഉണ്ടാവും എന്നുള്ള. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കൂടുതലും ഏത് സ്റ്റേറ്റുകാരാണെന്ന് നിങ്ങൾക്ക് 1600, 1400, 3100 ആൾക്കാർ തെലങ്കാന, ആന്ധ്രയിൽ നിന്ന് വരുന്ന ആൾക്കാരാ. അപ്പോൾ എൻ്റെ റൂംമേറ്റ് ഉണ്ട് ശ്രീധർ, അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ കസിൻ IIT കോച്ചിങ്ങിന് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്രാം ക്ലാസ്സിലാണ്? അവൻ പറഞ്ഞു 3ാം ക്ലാസ്സിലാന്നുള്ളത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാനൊരു CBSE സ്കൂളിൽ പഠിച്ചു വന്ന ആളല്ല, ഞാനൊരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ചു വന്ന ആളാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വന്ന ആളാണ്. 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസിൽ ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, കോട്ടക്കലുള്ള സ്കൂളാണ് ഞാൻ പഠിച്ചത്. ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്ന ആളാണ്. ഓക്കെ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് 3ാം ക്ലാസ്സിൽ നിന്നും 4ാം ക്ലാസ്സിൽ നിന്നും ആന്ധ്രയിലെയും രാജസ്ഥാനിലെയും കുട്ടികൾ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിന് എക്സ്പോഷർ കിട്ടുന്നത് എപ്പോഴാണ്? 12ാം ക്ലാസ് കഴിഞ്ഞിട്ട്. എന്നിട്ടോ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ പോവും, എന്നിട്ട് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യും, 2 കൊല്ലം റിപ്പീറ്റ് ചെയ്യും, 3-4 കൊല്ലം മെഡിസിൻ റിപ്പീറ്റ് ചെയ്ത ആളുകളെ എനിക്കറിയാം. എന്നിട്ട് അതിന്റെ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ എനിക്കറിയാം. എന്നിട്ട് എവിടെയും എത്തിപ്പെടാത്ത ആളുകളെ എനിക്കറിയാം. ആ ഒരു അവസ്ഥയാണോ നമുക്ക് ഉണ്ടാവേണ്ടത്? അതല്ല നമ്മുടെ കുട്ടികൾക്ക് മിടുക്കില്ലാഞ്ഞിട്ടാണോ, ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ ഈ സിസ്റ്റം അവരെ എന്ത് ചെയ്യുന്നില്ല, അവരെ ഒരു നിലക്കും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ വളരെ പിന്നിലാണ്. നിങ്ങൾ നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുക. ടോപ്പ് 2000-ല് 2020 340 ഉള്ള ആളുകൾ, 340 ആളുകളുള്ളത് 2022 ആകുമ്പോഴേക്കും 120 കുറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട കേരള സിലബസുകാർ, ഞാനടക്കം പഠിച്ച കേരള സിലബസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൽഹി കോളേജുകളിൽ കേരള സിലബസുകാർ 4-1 കുറഞ്ഞു. 2 വർഷം മുമ്പ് വരെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ലോട്ട് ഓഫ് സ്റ്റുഡൻസിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നെങ്കിൽ, അത് +2 മാർക്കിന്റെ ബേസ് ആയിരുന്നെങ്കിൽ, ഇന്ന് +2 മാർക്കിന് യാതൊരു വിലയില്ല. +2 മാർക്കിന് കുറെ മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല, യാതൊരു വിലയില്ല. CUET കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് വന്നതോട് കൂടിയിട്ട് 2500 മലയാളികൾ പ്രവേശനം നേടുന്ന എത്രയായി കുറഞ്ഞു? 340 കുറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്ന സ്ഥലങ്ങളാണ്. ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം അല്ലേ, എന്നിട്ട് എൻട്രൻസ് എക്സാമിനോ പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടൂല. ഏത് എൻട്രൻസ് ആയാലും, ഞാൻ JEE നീറ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എല്ലാവർക്കും JEE നീറ്റ് ഒന്നുമില്ല, പക്ഷെ എല്ലാവരും എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം അല്ലേ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോയി ചേരും അല്ലേ. എന്നിട്ട് 2, 3, 4 വർഷം അവിടെ കിടന്ന് നമ്മൾ മരിക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? റിപ്പീറ്റിംഗ് എന്നുള്ള അബദ്ധമാണ്. നിങ്ങൾ 2 വർഷം കൊണ്ട് പഠിക്കാത്തത് JEEക്ക് റിപ്പീറ്റ് ചെയ്യാൻ എത്ര സമയം കിട്ടും? JEE ജനുവരിയിലാണ് വരിക, ജൂൺ മുതൽ ജനുവരി വരെ 6 മാസം. 2 കൊല്ലം കൊണ്ട് പഠിക്കാത്ത 6 മാസം കൊണ്ട് പഠിക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 2 കൊല്ലം കൊണ്ട് പഠിക്കാത്തത് നീറ്റിനെ 1 വർഷം കൊണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? JEE എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എക്സാമിന്റെ ഹിസ്റ്ററിയിൽ, 60 വർഷത്തെ ഹിസ്റ്ററിയിൽ ഒരൊറ്റ വർഷം മാത്രമാണ് ഒരു റിപ്പീറ്റർ ടോപ്പിൽ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും ആരാ? +2ന്റെ കൂടെ നിങ്ങളെപ്പോലെ അടുത്ത വർഷം എഴുതാനുള്ള കുട്ടികളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ലക്ഷ്യം വെക്കേണ്ടത്? ഇത് നമുക്കും സാധിക്കും. കാരണം നിങ്ങളുടെ സിലബസ് തന്നെയാണ് JEEക്കും നീറ്റിനും CETക്കൊക്കെ ഉള്ളത്. അല്ലാതെ വേറെ പുതിയ സിലബസ് എന്തെങ്കിലും ആകാശത്ത് നിന്ന് ഇറക്കിയിട്ടൊന്നല്ല, ഈ സിലബസ് തന്നെയാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത് കോടികൾ മുടക്കി മെഡിസിന് ചേരണോ, അല്ലെങ്കിൽ കാരണം നമ്മുടെ പാരൻസിന് നമ്മൾ അത്രത്തോളം ഇഷ്ടമുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. നമ്മുടെ വീട്ടില് നമ്മുടെ വീട് പണയം വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും, ബാങ്കിൽ നിന്ന് ഭീമമായ ലോൺ എടുത്തിട്ടാണെങ്കിലും, വാടക വീട്ടിലോട്ട് മാറിയിട്ടാണെങ്കിലും, നിങ്ങളുടെ സ്വപ്നം അവർ പൂവണിയിക്കും. നിങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ അവർ ചെലവഴിക്കും. അതിനുവേണ്ടി അവർ റെഡി ആയിരിക്കും. ബട്ട് ദേ വിൽ സഫർ അല്ലേ. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല. നിങ്ങൾക്കൊരു എയിംസിൽ പോയി പഠിക്കണോ? 7500 രൂപക്ക് ഡോക്ടർ ആവണോ? ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കണോ? 1,25,000 ഡോക്ടർ ആവണോ? ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നിട്ട് സ്വന്തം മാതാപിതാക്കളുടെ കാശ് നശിപ്പിച്ച് അവസാനം എവിടെയും ഒരു ജോലിയും കിട്ടാതെ സപ്ലിയുടെ കൂമ്പാരവുമായി അലഞ്ഞു നടക്കണോ? അതല്ല. നമുക്ക് IITയിലോ NITയിലോ പോയിട്ട്, ഞാൻ 2015 മെയിൽ പാസ് ഔട്ട് ആയാളാ, 2014 ഡിസംബറിൽ എനിക്ക് ജോലി കിട്ടി, 6 മാസം മുമ്പ്. അതേപോലെ നെഞ്ചുറപ്പോട് കൂട്ടിയിട്ട് സ്വന്തം നാടിന് മാതൃകയായിട്ട് ഒരു 6 മാസം മുമ്പ് തന്നെ ഒരു നല്ല കമ്പനിയിൽ ജോലി വാങ്ങി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണോ? നിങ്ങൾ UPSC എക്സാമിൽ ടോപ്പറായിട്ട് നല്ലൊരു ബ്യൂറോക്രാറ്റായി പുറത്തു വരണോ? തീരുമാനം നമ്മുടേതാണ്.
തീരുമാനം നമ്മുടേതാണ്. ആ തീരുമാനത്തിന് മുമ്പിൽ നമുക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നിലാവാനുള്ള കാരണം ഒന്ന്, നമുക്ക് മാത്തമാറ്റിക് എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. ഓക്കെ, കണക്കിൽ വരഞ്ഞ് കേരളം 8ാം ക്ലാസ്സിൽ പഠിക്കും. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പ്രഥം നടത്തിയ സർവേയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ ഏകദേശം 40% കുട്ടികൾക്ക് മാത്രമാണ് 2 നമ്പേഴ്സ് കൊടുത്താൽ ഹരിക്കാൻ അറിയാം. എൻ്റെ മുമ്പിൽ ഇത് കേൾക്കുന്ന +1 +2 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ആലോചിക്കേണ്ടത്, ഡെസിമൽസും ഫ്രാക്ഷൻസും തന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും കൈവിറക്കോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോഴും കൈവിറക്കോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ എന്തോ പ്രശ്നമല്ലേ? നമുക്ക് എന്തൊക്കെയോ ഫിക്സ് ചെയ്യാനില്ലേ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മാത്സ് എഡ്യൂക്കേഷനിൽ. മാത്സ് ഇല്ലാതെ നീറ്റും ജെയും CUETയും UPSCയും PSCയും ഒന്നും നമുക്ക് എഴുതാൻ സാധിക്കൂല. മറ്റത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള കുട്ടിയോടല്ല, അവിടെ എനിക്ക് A+, അവന് A+ കിട്ടണം എന്നുള്ളതല്ല, നമ്മുടെ ജില്ലയിലുള്ള കുട്ടിയോടല്ല, നമ്മുടെ സ്റ്റേറ്റിലുള്ള കേരളത്തിലുള്ള കുട്ടിയോടല്ല, അങ്ങ് രാജസ്ഥാനിലും ഹൈദരാബാദിൽ നിന്നും ബീഹാറിലും UPയിലും ഡൽഹിയിലും ബോംബെയിലും ചെന്നൈയിലും 7ാം ക്ലാസ് മുതലും 8ാം ക്ലാസ് മുതലും ഇതിനു വേണ്ടി സ്വപ്നം കണ്ട് ഇതിനു വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത കുട്ടികളോടാണ് നമുക്ക് മത്സരിക്കാനുള്ളത്. വലിയ സ്വപ്നങ്ങൾ കണ്ട കുട്ടികളോടാണ്. നമുക്കും വലിയ സ്വപ്നങ്ങൾ കാണണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ റെഡി ആവണം. ഇനിയും വൈകിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് പല ആൾക്കാരും ചോദിക്കും, ഇപ്പൊ പ്രിപ്പയർ ചെയ്താൽ സർ കിട്ടുമോ? ഞാൻ ഇത്രേ പറയാറുള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ ഗ്യാരണ്ടികൾ, ചില ആളുകളൊക്കെ ചിലപ്പോൾ ഗ്യാരണ്ടി എടുക്കും, നിങ്ങളെ 2 മാസം കൊണ്ട് ഡോക്ടറാക്കാം, 3 മാസം കൊണ്ട് എഞ്ചിനീയർ ആക്കാം. ഞാൻ ചില ക്രാഷ് കോഴ്സിന്റെ പരസ്യം കണ്ടപ്പോൾ അന്തം വിട്ടു. 2 മാസം കൊണ്ട് ഡോക്ടറാക്കാം. എനിക്കറിയില്ല എങ്ങനെ 2 മാസം കൊണ്ട് ഒരാളെ ഡോക്ടറാക്കാം എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇത്ര പറയാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയാൽ കിട്ടോ കിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിലോട്ടുള്ള പ്രയാണം നിങ്ങൾ ഇപ്പോഴെങ്കിലും തുടങ്ങണം എന്നുള്ളതാണ്. എല്ലാവർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ബട്ട് ടു ക്രിയേറ്റ് എ സിസ്റ്റം, ഗോൾസ് ഉണ്ട്, സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് എനിക്ക് പറയാനുള്ള, ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഒരുപാട് അധ്യാപകർ എനിക്ക് മെസ്സേജ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ വീഡിയോസ് കണ്ടിട്ട്. സർ, നിങ്ങൾ പറഞ്ഞതാണ് ശരി, നിങ്ങൾ പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷെ അത് സാധിക്കുന്നില്ല. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് യൂട്യൂബിലൂടെ സംസാരിക്കാനേ സാധിക്കൂ. പക്ഷേ നിങ്ങൾക്ക് ചില ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. പാരൻസിനോട് മാറി ചിന്തിക്കണം. നമ്മുടെ കുട്ടികളെ +2ന് ശേഷം ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുപോയാക്കിയാൽ എല്ലാമായി എന്നുള്ള ചിന്തയിൽ നിന്ന് അവരുടെ ലക്ഷ്യങ്ങളും അഭിരുചികളും കണ്ടറിഞ്ഞുകൊണ്ട് നേരത്തെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അവർക്കുള്ള വഴി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ, ആക്ട് സ്മോൾ, ചെറിയ സ്റ്റെപ്പ് നമ്മൾ ഇപ്പോഴേ എടുത്തു തുടങ്ങണം. അപ്പം ഞാൻ എന്താ ചെയ്യാറുള്ളത് നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ക്ലാസ് എടുത്തരോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫിക്സ് ചെയ്യേണ്ടത് റൂട്ട് സ്റ്റെപ്പിലാണ്. ഇവിടെ പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ള കോച്ചിങ് 11ലും 12ലും ജെയ്ക്കും നീറ്റിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് കേരളം എന്തുകൊണ്ട് പിന്നിലാണ്, അത് നമ്മൾ 11ലും 12ലും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ജെഇ കോച്ചിങ്ങോ നീറ്റ് കോച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റു കോച്ചിങ്ങോ തുടങ്ങുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തൊരു സൊല്യൂഷൻ എന്നുള്ളത്, ഒരു 6th മുതൽ 10th വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. അങ്ങനെയാണ് ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് X&Y ലേണിംഗ് എന്നുള്ളൊരു കമ്പനി ഫൗണ്ട് ചെയ്ത്. ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയാം. ഏകദേശം 2000-ലധികം കുട്ടികൾ ഇന്ന് അവിടെ പഠിക്കുന്നുണ്ട്. വളരെ മനോഹരമായി വലിയ കോലാഹലങ്ങളില്ലാതെ ഞങ്ങൾ അവരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മോഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്തതൊരു ടീമിനെ അസംബിൾ ചെയ്യാണ്. എൻ്റെ ടീമിലുള്ള പല ആളുകളും IIT ഗ്രാജുവേറ്റ്സ് ആണ്, അതേപോലെ തന്നെ ഡോക്ടേഴ്സാണ്, എൻ്റെ NIT ഗ്രാജുവേറ്റ്സ് ആണ്, കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി ഏറ്റവും നല്ല ടീമിനെ അസംബിൾ ചെയ്തു. അവരെ ഉപയോഗിച്ച് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കി. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ സമയം കൊണ്ട് കുട്ടികൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ചെറിയ റെക്കോർഡഡ് കണ്ടൻസ് കൊടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ ആപ്പിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ, മണിക്കൂറുകൾ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 6th മുതൽ 10th വരെയുള്ള ഞങ്ങൾ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്തു. സിമുലേഷൻസ് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ IITs ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അതേപോലെ അവർക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാവും. ഈ IITs അവരെ മെൻറ്റർ ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കുട്ടികളെ മെൻറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. ഒരു 8th 9th പഠിക്കുന്ന കുട്ടി തന്നെ അവർക്ക് വർക്ക് ഷീറ്റ്സ്, MCQ ബേസ്ഡ് വർക്ക് ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 3 ഒരു ജെഇ പ്രോബ്ലംസ്, ഒരു കുട്ടി ഒരു 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടി തന്നെ ജെഇ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അവരെ ഡെവലപ്പ് ചെയ്യും. വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, എക്സാം റിവിഷൻ ലൈവ്സ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ആപ്പും അതേപോലെ ഞങ്ങളുടെ ബുക്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് ടീം
ടീമുണ്ട്. ഞങ്ങളൊരു ബേസിക് മാത്ത് പ്രോഗ്രാം ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രശ്നം മാത്തമാറ്റിക്സ് ആണ്. പലപ്പോഴും ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്, മാത്സ് കാരണം കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ മാത്സിൽ പേടി അകറ്റാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കൊടുത്തതിന് ശേഷമാണ് ഇവരെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരിക. ഇതുകൊണ്ട് എന്ത് റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവും. ഞങ്ങളെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻറ്റ് JEE മെയിനിന് 3rd റാങ്ക് വാങ്ങി ഇന്ന് IIT ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുന്നു. 99.96% വാങ്ങി. അതേപോലെ കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിൽ +2ൻ്റെ കൂടെ ഗായത്രിയും അലീനയും മുഹമ്മദ് ജാനൊക്കെ 600, 620, 650+ മാർക്കൊക്കെ വാങ്ങിയിട്ട് അവരിന്ന് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് മെഡിക്കൽ കോളേജസ് പഠിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഇവരൊക്കെ +2ൻ്റെ കൂടെ ഇത് അച്ചീവ് ചെയ്ത ആളുകളാണ്. നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലെ സെക്കൻഡ് ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. ഹാത്തിം കഴിഞ്ഞ വർഷം IIT മദ്രാസിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവനത് ക്ലിയർ ചെയ്തു. ഞങ്ങൾ 10th ഫൗണ്ടേഷൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അഫ്രീനും ഹാത്തിമും NTSC സ്കോളേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് NTSC സ്കോളേഴ്സിന് സ്കൂൾ ടോപ്പേഴ്സിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്ന ചോദിക്കുമ്പോൾ എൻ്റെ വർക്ക് ഗ്രാസ് റൂട്ട് ലെവലിലാണ്. എനിക്കെപ്പോഴും ഗൈഡ് ചെയ്യാൻ ഇഷ്ടം. ഞാൻ +1 +2 കുട്ടികളോട് ഒരുപാട് എൻ്റെ ചാനലിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അടുത്ത വർഷം ഞങ്ങളൊരു JEE ബാച്ചൊക്കെ തുടങ്ങുന്നുണ്ട്. +1 ഒരു നേരിട്ട് JEE ഒരു റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ അത്രയൊരു കുട്ടികളെ എന്നെക്കൊണ്ട് സാധിക്കൂല. ഓക്കെ, അതായത് അവരെങ്ങനെ ഫുള്ളി ക്ലാസ് കൊടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ എക്സ്പെർട്ടീസ് അല്ല. പക്ഷേ അതിലപ്പുറം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പുതുതലമുറയെ ഈ ഒരു എക്സാം സിസ്റ്റത്തിനൊക്കെ അപ്പുറം ആ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി ഇപ്പോഴേ അവരെ കോമ്പറ്റീറ്റീവായി വളർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും നാളെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം പരിചയപ്പെടുത്തി നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും നിങ്ങളുടെ ഇത് കേൾക്കുന്ന പാരൻസിൻ്റെ ടീച്ചേഴ്സിൻ്റെ മക്കളോ അല്ലെങ്കിൽ മിടുക്കരായ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പരിചയപ്പെടുത്താൻ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് അത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. വലിയ സ്വപ്നങ്ങൾ കാണുക. ആ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇത്തരം ചെറിയ ഹേർഡിൽസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എഴുന്നേറ്റ് ഓടി, എന്നെ നിങ്ങൾ കാണൂല എന്നിട്ട് എക്സാം ടഫായിട്ട്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. ഇതൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് ഈ വോയിസ് റേസ് ചെയ്യാൻ ഇത്രയൊന്നും ഇല്ല. അപ്പോൾ എക്സാം ടഫായി. മാർക്കുണ്ടോ? മാർക്കില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ മാത്സിൽ പൊട്ടനായിരുന്നു, പിന്നെ ഞാൻ എങ്ങനെ ശരിയാക്കി എന്നുള്ളൊരു കഥ പറയുന്നുണ്ട്. നിങ്ങൾ ചാനലിൽ കാണാൻ സാധിക്കും. നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. മാത്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് 75, 76 മാർക്ക് 80 കിട്ടി. സെക്കൻഡ് ബെസ്റ്റ് മാർക്ക് 48. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഞങ്ങളെല്ലാവരും കടന്നു പോയതാണ്. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതൊന്നും വലിയ ഇഷ്യൂ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ട്. നിങ്ങൾ വോയിസ് റൈസ് ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ട നീതി നിങ്ങൾ വാങ്ങിയെടുത്തോളൂ. പക്ഷേ നമുക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ഒരുപാട് കമൻസ്, ഒരുപാട് വീഡിയോസ്, റിയാക്ഷൻസ് ഒക്കെ ഞാൻ കണ്ടു. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് മൈ ജോബ്. അത് എന്താ പറയുക, ആളുകളെ ഭയങ്കര ഇമോഷണൽ ആക്കിയിട്ട് അതിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതല്ല ആക്ച്വലി വേണ്ടത്. വളരെ ലോജിക്കലായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിക്കുക, വളരെ ലോജിക്കലായി തിങ്ക് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിത്ത് ദിസ് ഐ എം സൈനിങ് ഓഫ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.